ഇന്ത്യൻ ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കരുതെന്നാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെയാണോ ഇനി ചെയ്യേണ്ടത്? അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഓഹരിയിൽ നിക്ഷേപമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ? ഉണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കില്ല അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇത്തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി കൊടുക്കുന്ന സത്യവാങ്മൂലമുണ്ടല്ലോ, സത്യവാങ്മൂലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സമ്പാദ്യങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പറയണമല്ലോ. അപ്പോൾ അതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് 4,34,00,000 ഓഹരി ഉണ്ടെന്ന് പറയുന്നു. 4 കോടിയോ? 4,34,00,000 രൂപയ്ക്ക് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, ഷെയറുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെ ഷെയർ ഏതൊക്കെ കമ്പനിക്കുണ്ടെന്ന് അറിയണം. അപ്പോൾ ഈ ഓരോരുത്തരൊക്കെ ഇപ്പം സെബിയുടെ മാധവി ഉച്ച അവർക്ക് ഏതോ ഓഹരിയിൽ പങ്കാളിത്തമുണ്ട്, ഉടമസ്ഥത കമ്പനിയിൽ പങ്കാളിത്തമുണ്ടെന്ന് പറഞ്ഞാൽ കരുതുന്നത് എന്താ? ഉടമസ്ഥ അവകാശം ഒന്നും അല്ലെങ്കിൽ 100 രൂപയുടെ ഷെയർ മേടിച്ചാലും പങ്കാളിത്തമാണ്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് പങ്കാളിത്തമുള്ള കമ്പനികളുടെ പേര് ഞാൻ പറയാം. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്ന കൊള്ളാവുന്ന കമ്പനികളായിരിക്കും അല്ലേ? അതെ. ഓഹരിയിൽ നിന്ന് നിങ്ങളാരും പോരുത് എന്ന് പറയും, എന്നിട്ട് ഇനി മൂപ്പര് പോയി ഓഹരിയിൽ നിക്ഷേപിക്കും. അത് ഞാൻ ഒരു വായിക്കുമ്പോൾ വേറെ കാര്യമായിട്ട് പറയാം. കഴിഞ്ഞ 5 മാസം കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഓഹരി വിപണിയിൽ നിന്ന് എത്ര രൂപ കിട്ടിയെന്നറിയോ? അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. 46,50,000 രൂപ 5 മാസം കൊണ്ട്. 5 മാസം കൊണ്ട് 4,34,00,000 രൂപ ഓഹരിയിൽ നിക്ഷേപമുള്ള രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ 5 മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 46,50,000 രൂപയാണ്. വെറും കണക്കല്ല, ഓഹരി വിപണിയിലുള്ള ഡീറ്റെയിൽസ് ആർക്കും എടുക്കാം. രാഹുൽ ഗാന്ധിയുടെ വരുമാനം അതാണ്. അപ്പോൾ ഇത്രയും വരുമാനം കിട്ടിയ ആൾ പറയാണ് നിങ്ങളാരും പോകല്ലേ, ഞാൻ ഒറ്റയ്ക്ക് തിന്നോളാം. നിങ്ങൾക്കൊക്കെ കഴിച്ചാൽ വയറിന് ദഹനക്കേടുണ്ടാവും, എനിക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ രാജ്യം മുഴുവൻ വിഴുങ്ങാനിരിക്കുന്ന ഒരു വിദ്വാനാണല്ലോ ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും, ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയാണ് ഇന്ത്യയിൽ. ഇന്ത്യയിൽ 2 ഷെയർ മാർക്കറ്റുകളാണ് ഉള്ളത്, ഒന്ന് BSE, NSE. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ ഷെയർ മാർക്കറ്റ്. വലിയ കമ്പനികളിലൂടെ വരുന്നു, അവരുടെ പ്രവർത്തന മൂലധനം ഉണ്ടാകുന്നു, അങ്ങനെ വലിയ തോതിൽ പണം മറിയുന്നൊരു കാര്യമാണ്. നമ്മുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്ത് നിർത്തുന്നതിൽ ഒരു ഘടകം ഷെയർ മാർക്കറ്റ് കൂടിയാണ്. ഓഹരി വിപണി തകർന്നാൽ എക്കണോമി തകരും, രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും GDP എല്ലാം ബാധിക്കും. അപ്പോൾ ഇത് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുകയും വളർച്ച ഉണ്ടാവുകയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾ അതിനകത്ത് കാശിടരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമായിട്ട് താഴത്തോട്ട് പോകണം. കാരണം ഇദ്ദേഹത്തിന് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന പോലെയാണ്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരുത്തനും ഗുണം പിടിക്കരുത്, കാരണം ഇന്ത്യയുടെ ഭരണം എനിക്ക് കിട്ടിയില്ല, ഇനി അടുത്ത 5 വർഷവും രക്ഷയില്ല. എത്ര കാലമായി ഭാവി പ്രധാനമന്ത്രി എന്നുള്ള കുപ്പായം ധരിപ്പിച്ചിരിക്കുകയാണ് ഈ രാജകുമാരൻ, എക്കാലത്തെയും രാജകുമാരൻ. പക്ഷേ ഭാവി പ്രധാനമന്ത്രിയായി എക്കാലത്തും തുടരാനാണ് യോഗമെന്ന് വിധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ സംഭവിച്ചത്. അതുകൊണ്ട് നിരാശ കൊണ്ട് ഒരു സൈക്കോപാത്തിനെ പോലെയാണ് രാഹുൽ ഗാന്ധി പെരുമാറുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയുവാണ് നമ്മുടെ രാജ്യത്തെ ഓഹരി വിപണിയിൽ ആരും നിക്ഷേപം നടത്തരുത് എന്ന് പറയുമാരെങ്കിലും. രാജ്യത്തിനെതിരാണ്, രാജ്യദ്രോഹമാണ്, രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി നടത്തി. എന്നിട്ടോ അതിനകത്ത് ഹിപ്പോക്രസി നോക്കൂ. ഈ മനുഷ്യൻ 4,34,00,000 ഓഹരി മേടിച്ച് കൈവച്ചിട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞ 5 മാസം കൊണ്ട് 46,50,000 രൂപ ലാഭമുണ്ട്. ഒരു കാര്യം ചെയ്യൂ, രാഹുൽ ഗാന്ധി വന്നിട്ട് സന്ദർശനം നടത്തിയിട്ട് പോയില്ലേ ഇവിടെ? ഈ ഇങ്ങേർക്ക് മിനിമം ഈ 46,50,000 രൂപ ഇങ്ങേര് വെറുക്കുന്ന ഓഹരി വിപണിയിൽ നിന്ന് കിട്ടിയതല്ലേ, അതെടുത്ത് വയനാട്ടിലെ മുണ്ടക്കയിലെ പുനരധിവാസത്തിന് കൊടുക്കുമോ? ഇയാൾക്ക് കൊള്ളൂല്ലാത്ത കാശാണെങ്കിൽ, ഇയാൾക്ക് വേണ്ടാത്ത കാശാണെങ്കിൽ, ഇന്ത്യൻ ഓഹരി വിപണി വെറുക്കപ്പെട്ട ഒന്നാണെങ്കിൽ, തകരേണ്ടതാണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ 5 മാസത്തെ കൊടുത്താൽ മതി. 5 മാസം മുമ്പത്തെ കണക്ക് നമ്മൾ ചോദിക്കുന്നില്ല. കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ കിട്ടിയ ഈ പണം എനിക്ക് ആവശ്യമില്ല, ഞാൻ വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുമോ എന്ന് രാഹുൽ ഗാന്ധിയോട് നമ്മൾ ചോദിക്കും. കേൾക്കുമോ? നമ്മൾ പറഞ്ഞാൽ അതും രാഹുൽ ഗാന്ധി കേൾക്കില്ല. പക്ഷെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്തെങ്കിലും കേൾക്കട്ടെ, വയനാട്ടിലെ ജനങ്ങളെങ്കിലും അറിയട്ടെ. അപ്പോൾ ഹിപ്പോക്രാറ്റാണ്. എന്താണ് എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന അതേ കാര്യങ്ങളാണ് നിങ്ങളാരും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അത് ഇദ്ദേഹം ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിക്ക് ഷെയറുള്ള ചുമ്മാ അങ്ങ് പറയാം, രാഹുൽ ഗാന്ധിക്ക് ഓഹരി വിപണി ഏത് കമ്പനി, തെളിവ് പറ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ദാ പിടിച്ചോ തെളിവ്, രാഹുൽ ഗാന്ധിക്ക് ഓഹരിയുള്ള കമ്പനി. അത് പറയുന്ന ആളുകൾക്കൊരു ഒരു എൻ്റെ ഫ്രീ ആയിട്ടുള്ള ഉപദേശം കൂടിയാട്ടോ. അതായത് ഈ 5 മാസം കൊണ്ട് 46,50,000 രൂപ രാഹുൽ ഗാന്ധിക്ക് വരുമാനം കിട്ടിയ ഷെയറുകളായി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ കമ്പനികളുടെ പ്രൊമോഷനൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് ഞാൻ പറയുകയാണ്, ഏഷ്യൻ പെയിൻറ്റ്സ്, TCS, ബജാജ് ഫിൻ, നെസ്ലെ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇൻഫോസിസ്, ITC, VN കെമിക്കൽസ്, ദീപക് നൈട്രൈറ്റ്, ഡിവിസ് ലാബ്, ഫൈൻ ഓർഗാനിക്, ഗാർവേർ ടെക് ഫൈബേഴ്സ്, ഡോക്ടർ ലാൽ പാത്ത്, GMM ഫോൾഡർ, HUL, ICICI ബാങ്ക്, ഇൻഫോ
എഡ്ജ്, LTI മൈൻഡ്രി, മോൾ ടെക് പാക്ക്, പിഡിലൈറ്റ് നമ്മുടെ ഫെവിക്കോളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, സുപ്രജിത്ത് എഞ്ചിനീയർ, ടൈറ്റൻ കമ്പനി, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്, വെർട്ടോസ് അഡ്വർടൈസ്മെൻറ്റ്സ്, ഇത്രയും കമ്പനികളിൽ രാഹുൽ ഗാന്ധിക്ക് ഓഹരിയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ കമ്പനിയിൽ പങ്കാളിത്തമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് എത്ര കമ്പനിയിലാണ് പങ്കാളിത്തം? ICICI ബാങ്കിൽ വരെ രാഹുൽ ഗാന്ധിക്ക് പങ്കാളിത്തമുണ്ട്. ICICI ബാങ്ക് വരെ രാഹുൽ ഗാന്ധിയുടെയാണെന്ന് വേണം പറയാം. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും പറയുന്ന അതേ ഭാഷയിലാണെങ്കിൽ ഈ കമ്പനിയുടെ ഒക്കെ മുതലാളി ആരാ? രാഹുൽ ഗാന്ധിയാ അല്ലേ? രാഹുൽ ഗാന്ധി ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പാതകം എന്ന് പറയുന്നത് രാജ്യത്തിനെതിരാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ABC മലയാളത്തിലെ ടോക്കിനിടയ്ക്ക് പറഞ്ഞ പോലെ ഞാൻ കണ്ട ഒരു ചിത്രം എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. രാഹുൽ ഗാന്ധി മൊബൈൽ വിളിക്കുന്നു, സോറോസ് അമ്മാവാ, അതും 3G ആയി. ഏത്? ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു കമ്പനി അവിടെ ഇരുന്നിട്ട് ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിനെ തകർക്കാൻ വേണ്ടി ഓരോ റിപ്പോർട്ട് ഉണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം അവർ ചെയ്തു, അത് വലിയ കൊള്ളക്കായിട്ട് എന്ത് പറ്റി? അദാനിയുടെ ഓഹരിയൊക്കെ തകർന്നു. അങ്ങനെ ഓഹരി വിപണി തകരാൻ വേണ്ടിയിട്ട് ഇവർ വ്യാജമായി റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവർക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്, നമ്മൾ കുറേ കമ്പനിയെ ടാർഗറ്റ് ചെയ്യും, അവർക്കെതിരെ നമ്മൾ റിപ്പോർട്ട് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് ഇത് തകരും. അതറിഞ്ഞുകൊണ്ട് അവിടുന്ന് കടമായിട്ട് ബ്രോക്കർമാർ വഴി ഓഹരി മേടിച്ച് വെക്കും. എന്നിട്ട് ഇവർ റിപ്പോർട്ട് ഉണ്ടാക്കി, വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി ഈ കമ്പനിയെ തകർക്കും. അപ്പോഴത്തെ ഈ ഓഹരി ഇവർ പൈസ കൊടുത്ത് മേടിക്കാത്ത വായ്പയായി മേടിച്ച ഓഹരി മറച്ചു വയ്ക്കും, അതിൻ്റെ ലാഭം എടുക്കും. ഈ പരിപാടി നടത്തി 38 കോടി രൂപയാണ് ഈ കഴിഞ്ഞ അദാനി സ്കാം ഉണ്ടാക്കിയ ആദ്യത്തെ റിപ്പോർട്ട് കാലത്ത് ഹിൻഡൻബർഗ് ഉണ്ടാക്കി. 3-4 പേര് ചേർന്നിട്ട് പെട്ടിക്കട പോലെ നടന്നൊരു സാധനമാണ്. അതിപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വിവരം BJPയുടെ ഔദ്യോഗിക വക്താവായ അമിത് മാളവ്യ പറഞ്ഞു കഴിഞ്ഞു. അതായത് ജോർജ് സോറോസ് ആണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്. ഹിൻഡൻബർഗിന് ഫണ്ട് ചെയ്യുന്നതും ജോർജ് സോറോസ് ആണ്. ഇന്ത്യയിൽ ഒരുപാട് മാധ്യമങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് ജോർജ് സോറോസ് ആണ്. ഇന്ത്യയിലെ ദുവറാട്ടിയെ പോലെയുള്ള ആളുകൾക്ക് ഫണ്ട് ചെയ്യുന്നത് ജോർജ് സോറോസ് ആണ്. തൻ്റെ ചെറിയ മകനായ, അറിയാലോ, ആൻറ്റി ഫോറി കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയച്ഛനാണ് ജോർജ് സോറോസ്. നരേന്ദ്രമോദി അട്ടിമറിക്കാൻ വേണ്ടി 5000 കോടി ചെലവഴിക്കുമെന്ന് പറഞ്ഞിരുന്നു. അട്ടിമറിച്ചാൽ ആരാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്? രാഹുൽ ഗാന്ധി. തൻ്റെ ചെറുമകനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് ജോർജ് സോറോസ് ഈ കളിയൊക്കെ കളിക്കുന്നത്. അങ്ങനെ കളിച്ചിട്ടാണ് ഹിൻഡൻബർഗിനെ കൊണ്ട് ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കുക. അതിനുവേണ്ടി നമ്മുടെ വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ വ്യവസായ സ്ഥാപനങ്ങളെ, ഓഹരി മാർക്കറ്റിനെ തകർക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നു. പക്ഷേ ഭാഗ്യവശാൽ അത് തിരിച്ചു കയറി. ഇപ്പോൾ നോക്കൂ, വീണ്ടും ഇത് തകർക്കാൻ വേണ്ടിയാണ് 2ാം റിപ്പോർട്ട് ഉണ്ടാക്കിയത്. കാരണം ഇവരുടെ ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച സെബിയാണ്. സെബി അത് സുപ്രീം കോടതി കൊടുത്തു. സുപ്രീം കോടതി അത് ശരിവെച്ചു. സെബി കണ്ട കണ്ടെത്തലുകൾ ശരിയാണ്, ഹിൻഡൻബർഗിൻ്റെ വ്യാജ റിപ്പോർട്ടാണെന്നുള്ള കണ്ടെത്തൽ സുപ്രീം കോടതി ശരിവെച്ചിരിക്കുക. അപ്പോൾ ഇനി അന്വേഷിച്ച സെബിയെ തകർക്കണം. അതിനുവേണ്ടി അടുത്ത റിപ്പോർട്ട് കൊണ്ടുവന്നു. റിപ്പോർട്ട് കൊണ്ടുവന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഞായറാഴ്ച രാജ്യത്ത് മുഴുവൻ ചർച്ചയാവുന്നു. കാരണം മാധ്യമങ്ങളിലെല്ലാം ആളുകളൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസം. അപ്പോൾ വ്യാപകമായ ചർച്ചയായിട്ട് തിങ്കളാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി ക്രാഷ് ചെയ്യിക്കാൻ, തകർക്കാനായിരുന്നു ശ്രമിച്ചത്. ഒരു പിണ്ണാക്കം നടന്നില്ല. ഏതോ സായിപ്പ് ഉണ്ടാക്കുന്ന റിപ്പോർട്ട് പോയി പണി നോക്കണേ എന്ന് പറഞ്ഞു. നമ്മുടെ ഓഹരി വീണ്ടും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഹിൻഡൻബർഗിൻ്റെ പണി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, എങ്ങനെയും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വിദേശത്തുള്ള ഏജൻസിയാണ് ഹിൻഡൻബർഗ്. ജോർജ് സോറോസിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുക. അവർ ശ്രമിക്കുന്നവർക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നാളെ പ്രധാനമന്ത്രിയാവുന്ന ആൾ വിചാരിക്കുന്നു. നാളെ പ്രധാനമന്ത്രി ആര് വിചാരിക്കുന്നത്? അല്ല, പുള്ളി തന്നെ വിചാരിക്കുന്നുണ്ട്. പുള്ളി ഇപ്പോഴേ പ്രധാനമന്ത്രി എന്താ വിചാരിക്കുന്നത്? പുള്ളി പറയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ ഒരു കാര്യമാണ്, അതീവ ഗുരുതരമായ കാര്യം. എനിക്ക് മനസ്സിലാവാത്തത്, ഇങ്ങനെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കയ്യിലെ പാവയായി, അവരുടെ കയ്യിലെ ആയുധമായി നിരന്തരം രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുകയാണ്. പിന്നെ പറയുന്നതോ മുഴുവൻ വിഡ്ഢിത്തരങ്ങളാണ്. ഈ ഓഹരി വിപണിയെ തകർക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ അജണ്ടയാണ്. എനിക്ക് തോന്നുന്നു ഓഹരി വിപണി തകരുമ്പോൾ രാഹുലിന് ഈ വില കുറഞ്ഞു പോയ ഓഹരികളെ കൂട്ടത്തോടെ വാങ്ങാൻ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് വില കൂടുമ്പോൾ മറച്ചു വയ്ക്കാനായിരിക്കും. ഇലക്ഷൻ സമയത്ത് നോക്കൂ, എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ വന്നപ്പോൾ വലിയ തോതിൽ ഓഹരി കുതിച്ചു കയറി.
അത് കഴിഞ്ഞ് NDAക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ല എന്നുള്ള ട്രെൻഡ് വന്നപ്പോൾ ഓഹരി വിപണി തകർന്ന ഉടനെ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി. ഇന്ത്യക്കാരൻ്റെ 30 ലക്ഷം കോടി രൂപ പോയി. അമിത്ഷാ നേരത്തെ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൽ NDA തിരിച്ചു വരും, അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഓഹരി വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സ്കാം ഉണ്ടാക്കിയതാണ്. 30 ലക്ഷം കോടി ഇന്ത്യക്കാരുടെ കൊള്ളയടിച്ചു, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണം എന്നൊക്കെ പത്രസമ്മേളനം നടത്തി. രാഹുൽ പറഞ്ഞു കേരളത്തിൽ മനോരമ ഉൾപ്പെടെ സകല പത്രങ്ങളിലും പ്രധാന വാർത്തയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓഹരി വിപണി റോക്കറ്റ് പോലെ തിരിച്ചു കയറി. അപ്പോൾ 30 ലക്ഷം കോടി പോയി എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ ഒന്നും പറയാനില്ല. JPC അന്വേഷണവും വേണ്ട, ഒന്നും വേണ്ട, അനക്കമില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടേ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാമത് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഓഹരി വിപണി വലിയ തോതിൽ കുതിച്ചു കയറി. എന്നാൽ ഇടയ്ക്കൊന്ന് താന്നു. എപ്പോഴായിരുന്നു അറിയോ? മോദി തോറ്റുപോകും, ഇന്ത്യ തോറ്റുപോകും എന്നുള്ള ട്രെൻഡ് വന്നപ്പോൾ ഓഹരി തകർന്നുപോയി. എന്ന് പറഞ്ഞാൽ സർക്കാർ ഇല്ലെങ്കിൽ ഓഹരി വിപണി ഇന്ത്യ സർക്കാർ ഇല്ലെങ്കിൽ എന്ന് മാത്രമല്ല, മോദിക്ക് പകരം രാഹുൽ വരുവാണെന്ന് കേട്ടപ്പോഴേ ഓഹരി ബോധം കെട്ട് വീണുപോയി. അല്ല അതല്ലേ അങ്ങനെ അത് നമ്മൾ കാണുന്നില്ല. അതായത് BJP സർക്കാർ തോറ്റാൽ ആര് പ്രധാനമന്ത്രിയാവും? രാഹുൽ പ്രധാനമന്ത്രിയാവും എന്നുള്ള ട്രെൻഡ് വന്നപ്പോൾ ഓഹരി വിപണി ക്രാഷ് ചെയ്തു, തകർന്ന് തരിപ്പണമായിപ്പോയി. രാഹുലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 30 ലക്ഷം കോടിയുടെ തകർച്ച ഉണ്ടായി. സത്യമാണ്, 30 ലക്ഷം കോടിയുടെ തകർച്ചയുണ്ട്. പക്ഷേ മോദി തിരിച്ചു വന്നപ്പോൾ ഇത് വീണ്ടും ഷൂട്ട് ചെയ്ത് കയറി. ആ നഷ്ടം മുഴുവൻ പരിഹരിക്കപ്പെട്ടു, അതിലേറെ ലാഭം ഉണ്ടായി. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞാൽ അപ്പം തകരും നമ്മുടെ ഓഹരി വിപണി. എങ്ങനെയുണ്ട്? അപ്പം നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ, വ്യവസായികൾ, വാണിജ്യ രംഗത്തുള്ളവർ, വ്യാപാരികൾ, ഇവർക്കൊക്കെ ആരധികാരത്തിൽ വരണം? മോദി അധികാരത്തിൽ വന്നാലേ സുസ്ഥിരമായ വളർച്ച ഉണ്ടാകത്തുള്ളൂ, രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അവർക്കൊക്കെ അറിയാം രാഹുൽ ഗാന്ധി വന്നാൽ ഇന്ത്യ 3 or 4 കഷ്ടങ്ങളായി മാറുമെന്ന്. കാശ്മീരിൽ 370 പഴയ പോലെ പുനഃസ്ഥാപിക്കും. ഓൾറെഡി പറയുന്നതാണ്. ഇന്ത്യയിൽ പലയിടത്തും എല്ലാ വിധ്വംസക ശക്തികളും തലനീട്ടും. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട്, കേരളത്തിലാണല്ലോ പ്രധാനമായിട്ടുള്ളത്, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം പിൻവലിക്കും. ഇങ്ങനെ ഒരുപാട് പ്രൊപ്പഗാൻഡ ഉണ്ട്. ഭൂമി, ആ സമ്പത്തുള്ളവൻ്റെ ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്യും. അമേരിക്കൻ മോഡൽ കെട്ടുതാലി, നരേന്ദ്രമോദിയുടെ ഭാഷ പറഞ്ഞ കെട്ടുതാലി പോലെ പിരിച്ചെടുക്കും. വെൽത്ത് ടാക്സ് കൂട്ടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു സർക്കാർ, ഒരു പ്രതിപക്ഷമാണ് രാഹുൽ ഗാന്ധി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിപക്ഷം അധികാരത്തിൽ വരുന്നു എന്ന് കേട്ടാൽ തന്നെ കുളിരും പനിയും വരും. പക്ഷെ ഞാനതൊന്നുമല്ല, എനിക്കിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും അമിത്ഷായിലും ഒക്കെ വിശ്വാസം ശകലിച്ച് കുറഞ്ഞു വരിക കേട്ടോ. അവർക്ക് വലിയ കപ്പാസിറ്റിയുള്ള വലിയ മഹാന്മാരായ നേതാക്കന്മാരാണ്. പക്ഷേ എൻ്റെ വിവരക്കേടായിരിക്കും ഒരു പക്ഷേ. കാരണം നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ ദൂരക്കാഴ്ചയുള്ള, എത്രയോ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്ന തിങ്ക് ടാങ്കിൻ്റെയൊക്കെ പിൻബലമുള്ളവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. പക്ഷെ ഞാനൊരു ലേമാൻ, നമ്മുടെ പ്രേക്ഷകരെ പോലെ സാധാരണക്കാരനായ ഒരാളാണ്. ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വലിയ വിധ്വംസക പ്രവർത്തനം നടത്തി രാജ്യത്തെ മുച്ചൂട് മുടിക്കാൻ ജാതി പറയുക, പട്ടാളത്തിൻ്റെ ജാതി ചോദിക്കുക, അങ്ങനെ എന്തും ജാതി സെൻസസ് വേണം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് തൻ്റെ വിജയത്തിന് തടസ്സം. അതുകൊണ്ട് ഹിന്ദുക്കളെ പല ജാതിയായി തമ്മിൽ തല്ലിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ജാതി കണക്കെടുത്തിട്ട് ആ ജാതി ഈ ജാതി ഞങ്ങൾ കൂടുതൽ, ഞങ്ങൾ കുറവുള്ളവന് കൂടുതൽ കിട്ടി, കൂടുതലുള്ളവന് കുറവേ കിട്ടി എന്നുള്ള തർക്കങ്ങൾ ഉണ്ടാക്കി രാജ്യം കലാഭൂമിയാക്കണം. അതിനിടയ്ക്ക് തനിക്ക് ജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ ജാതി സെൻസസ് ഇവിടെ ആർക്ക് എന്താവശ്യത്തിനാണ്? ഈ ഒരു ഫ്രഞ്ചുകാരനായ ഇന്തോളജിസ്റ്റ് ഉണ്ടാക്കിയെടുത്ത ഒരു ലേഖനത്തിൽ, വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ലേഖനത്തിലെ ആശയമാണ് ഇവർ കടംകൊണ്ടിരിക്കുന്നത്. അതൊക്കെ സോറോസ് പദ്ധതിയുടെ പ്ലാനാണ്. നമ്മൾ പലതവണ പറഞ്ഞുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏതായാലും ഇങ്ങനെ രാജ്യത്തെ എങ്ങനെയും നശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നടക്കുന്ന ഒരാളെ ഇങ്ങനെ നിർബാധം കയറൂരി എന്തിനാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഭരണകൂടം വിട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസുണ്ട്, എത്ര കേസുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിലൊക്കെ ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. സുപ്രീം കോടതി പോയിട്ട് ആ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തു. 1000 കോടി രൂപ വെട്ടിച്ച കേസാണ്, അമ്മയും മകനും കൂടെ. ആ കേസ് റദ്ദാക്കണമെന്നുള്ള അപേക്ഷ സുപ്രീം കോടതി തള്ളിയതാണ്. കേസ് നടക്കട്ടെ എന്ന് പറഞ്ഞ് ശിക്ഷിക്കപ്പെടും, ഉറപ്പായും ശിക്ഷിക്കപ്പെടുന്ന കേസാണ്. ജയിലിൽ പോകാൻ പറ്റുന്നുള്ള അഴിമതി നടത്തിയിട്ടുണ്ടോ നാഷണൽ ഹെറാൾഡ് കേസ്. പക്ഷേ അതിലൊന്നും കേന്ദ്ര സർക്കാർ സത്വരമായി ഇടപെടുന്നില്ല. ഇയാളുടെ പൗരത്വത്തിൻ്റെ കേസുണ്ട്. ബ്രിട്ടനിലൊരു കമ്പനിയിൽ ഷെയർ ഹോൾഡറായിരുന്നു. അതിൽ ഇൻകം ടാക്സ് അടച്ചതിൻ്റെ രേഖകൾ സുബ്രഹ്മണ്യ സ്വാമി പുറത്തു വിട്ടിട്ടുണ്ട്. എന്നിട്ടും അത് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പിൽ കിടക്കുകയാണ്. ഒരു നടപടിയില്ല. രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ, നിയമപരമായി പുറത്താക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അത് ചെയ്യാത്തത് എന്നൊരു വലിയ സംശയമുണ്ട്. അതുപോലപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുമല്ലോ, ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞപ്പോഴും തൊട്ടു മുമ്പ്
ഒരു പോക്ക് പോയി, ബാങ്കോക്കിലോ പട്ടായയിലോ എവിടെയാണെന്നറിയത്തില്ല. എവിടെയെന്നൊക്കെ അറിയാം, കേന്ദ്ര സർക്കാരിന് അറിയാം. പക്ഷേ സർക്കാരിന് എന്താ പറഞ്ഞാൽ എന്താ? നമുക്കും അറിയാമല്ലോ, മാധ്യമങ്ങൾക്കും അറിയാം രാഹുൽ ഗാന്ധി എവിടെയാണ് പോകണമെന്ന്. രാഹുൽ ഗാന്ധി എവിടെയാണ് പോകുന്നത്, രാഹുൽ ഗാന്ധിക്ക് മുൻകാലങ്ങളിലെ യാത്രകൾക്കിടയിലൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ബോസ്റ്റൺ എയർപോർട്ടിൽ വെച്ച് പണ്ട് എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ പക്കലുണ്ട്. രാഹുൽ ഗാന്ധി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ട പാർട്ടി ഏതെന്നറിയോ? BJP ആണോ? ബി ജെ പി ആണ്. രാഹുൽ ഗാന്ധി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണെന്നറിയോ? അടൽ ബിഹാരി വാജ്പേയിയാണ്. ഇല്ലെങ്കിൽ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു കാരാഗ്രഹത്തിൽ ഒടുങ്ങേണ്ട ആളായിരുന്നു രാഹുൽ ഗാന്ധി. അങ്ങനെ ഒരു കഥയുണ്ട്. ആ കഥ പിന്നൊരിക്കൽ നമുക്ക് പറയാം. ആ കഥ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടി നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ പറയാം. അതെ.